പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും ദൈവവചനം കേൾക്കുമ്പോഴുണ്ടാകുന്ന സകല അനുഗ്രഹങ്ങളും സകല നന്മകളും ദൈവം നിങ്ങളുടെ മേൽ ചൊരിയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 38-39 വാക്യങ്ങൾ വായിക്കുകയാണ്. ആകയാൽ ഈ മനുഷ്യരെ വിട്ട് ഒഴിഞ്ഞുകൊള്ളുവീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യം എന്ന് വരികിൽ അത് നശിച്ചു പോകും. ദൈവികമെങ്കിലോ നിങ്ങൾക്കത് നശിപ്പിപ്പാൻ കഴിയുകയില്ല. ഇന്നത്തെ ദൈവജന സന്ദേശത്തിന് ഒരു തലക്കെട്ട് നൽകിയാൽ, ദൈവത്തിൽ നിന്ന് വരുന്നതൊക്കെ നിലനിൽക്കും, ദൈവികമായതെല്ലാം നിലനിൽക്കും, ദൈവികമല്ലാത്തതെല്ലാം നശിച്ചു പോകും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചതൊന്നും നശിക്കത്തില്ല, അത് നിലനിൽക്കും. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവികമായതേ നിലനിൽക്കത്തുള്ളൂ. ഈ പറയുന്ന വ്യക്തി ആരാണ്, പറഞ്ഞ സാഹചര്യം എന്താണെന്ന് നമുക്കറിയാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവദാസന്മാരായ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യന്മാരെ പിടിച്ചു കെട്ടി തല്ലി അവരെ ന്യായാസനത്തിലേക്ക് കൊണ്ടുപോകുന്ന രംഗമൊക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടി സഭ വർദ്ധിക്കുന്നു, ജനങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, അടയാളങ്ങൾ നടക്കുന്നു. അത് നിമിത്തം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒരു വശത്ത് വർദ്ധിക്കുമ്പോൾ ശിഷ്യന്മാരെ പീഡിപ്പിക്കുന്ന ഒരു കൂട്ടം അവിടെ എഴുന്നേറ്റ് വന്നു. അങ്ങനെ എഴുന്നേറ്റ് വന്നപ്പോൾ അവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോകുന്ന സമയത്ത് അവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഓരോന്ന് ഉന്നയിക്കുന്ന സമയത്ത് 33-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഇത് കേട്ടപ്പോൾ അവർ കോപപരീക്ഷരായി അവരെ ഒട്ടിക്കിക്കളവാൻ ഭാവിച്ചു. അപ്പോൾ സർവ്വജനത്തിനും ബഹുമാന്യനും ധർമ്മേഷ്ഠവുമായ ഗമാലിയേൽ എന്നൊരുത്തൻ എന്ന പരീശൻ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഗുരുവാണ് ഗമാലിയേൽ. എല്ലാവർക്കും ബഹുമാനമുള്ള, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പരീശൻ, അറിവുള്ള, ജ്ഞാനമുള്ള, ന്യായപ്രമാണമൊക്കെ അറിയാവുന്ന ആ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളിവരെ വിട്ടൊഴി എന്ന് പറയുന്നത് ശിഷ്യന്മാരെയൊക്കെ പിടിച്ചു വച്ചിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രസംഗിക്കരുത്, യേശുക്രിസ്തുവിനെ കുറിച്ച് ഒന്നും പറയരുത്, ഇത് നിർത്തിക്കോണമെന്ന് പറഞ്ഞു. സുവിശേഷം പറയുന്നത് നിർത്തിക്കോണം, ദൈവവചനം പറയുന്നത് നിർത്തിക്കോണം, ഇത് സ്റ്റോപ്പ് ചെയ്തോണം, ഇന്നുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തോണമെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ട ഉടനെയാണ് ഗമാലിയേൽ പറയുന്നത്, ഇവരെ വിട്ടൊഴി. എന്താ കാര്യം? ഈ ആലോചനയോ പ്രവൃത്തിയോ മാനുഷ്യമാണെങ്കിൽ അത് നമ്മളെ നശിപ്പിക്കാനൊന്നും പോകണ്ട, തന്നെ നശിച്ചോടും. എന്നാൽ ദൈവികമാണെങ്കിൽ നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ കഴിയത്തില്ല. നിങ്ങൾ ദൈവത്തോട് പോരാടുന്നുവെന്ന് വരരുതല്ലോ. അതിന് 2 ഉദാഹരണം തൊട്ടു മുമ്പ് അവർ പറയുന്നുണ്ട്. തദാസ് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചും യൂദ എന്ന വ്യക്തിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവർ രണ്ടുപേരും ചെയ്ത പ്രവൃത്തി എന്താ വെച്ചാൽ, ആളുകളെ കൂട്ടി ഒരു സംഘമായി ചേർന്ന് വലിയൊരു വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വ്യക്തികളായിരുന്നു. തദാസ് അദ്ദേഹം ഒരു മജീഷ്യനാണെന്നാണ് യൂസിഫസ് പറയുന്നത്. എന്തു തന്നെയായാലും തദാസ് എന്ന് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ട്യൂദാസ് എന്നാണ് വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഗ്രീക്ക് അർത്ഥം എന്ന് പറഞ്ഞാൽ ഗോഡ് ഗിവൺ. പേരിൻ്റെ അർത്ഥം ദൈവം തന്നു, ദൈവത്താൽ വന്നെന്നൊക്കെയാണ്, ഗോഡ് ഗിവൺ എന്നാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയോ അദ്ദേഹം ചെയ്ത കാര്യമോ ദൈവത്തിൽ നിന്നല്ലായിരുന്നു. തദാസ് എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തത് ദൈവത്തിൽ നിന്നല്ല. പേരൊക്കെ ദൈവത്തിൽ നിന്ന് ഉള്ളതൊക്കെയാണ്, ഗോഡ് ഗിവൺ എന്നൊക്കെയാണ് പേര്. പക്ഷേ ചെയ്ത പ്രവൃത്തി ദൈവികമല്ലായിരുന്നു. 5-ാം അധ്യായത്തിന് 36-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കും: നാളുകൾക്ക് മുമ്പ് തദാസ് എന്നവൻ എഴുന്നേറ്റ് താൻ മഹാൻ എന്ന് നടിച്ചു. ഏകദേശം 400 പുരുഷന്മാർ അവനോട് ചേർന്നുകൂടി. എങ്കിലും അവൻ നശിക്കുകയും അവനെ അനുഗമിച്ചവരെല്ലാവരും ചിന്നി ഒന്നുമില്ലാതായി തീർന്നു. അപ്പം തദാസിൻ്റെ കൂടെ 400 പേര് കൂടി വലിയൊരു സംഘടനയായി, വലിയൊരു സംഭവമായി പോകുന്ന സമയത്ത് ദൈവികമല്ലാത്തതുകൊണ്ട് നശിച്ചു പോയെന്നാണ് ഗമാലിയേൽ പറയുന്നത്. അടുത്തൊരു എക്സാമ്പിൾ പറയുന്നത് യൂദ. ഗലീലക്കാരനായ യൂദ ചാർത്തലിൻ്റെ കാലത്ത് എഴുന്നേറ്റ്
എന്ത് ചെയ്തു? അവിടെ വായിക്കുന്ന ഇങ്ങനെ, ജനത്തെ തൻ്റെ പക്ഷം ചേരുവാൻ വശീകരിച്ചു, അവനും നശിച്ചു. അവനെ അനുസരിച്ചവരൊക്കെ ചിതറിപ്പോയി, സ്കാറ്ററായിപ്പോയി, നിലനിന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ദൈവികമാണ്, നിലനിൽക്കും, ഇവരെ വിട്ടൊഴി. അദ്ദേഹത്തിന് അറിയത്തില്ല ദൈവികമാണോ അല്ലയോ എന്നൊന്നും. പണ്ട് നടന്ന 2 ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിക്കൊണ്ട് പറയുകയാണ്, ആളുകളെ കൂട്ടാനൊന്നും അത്ര എളുപ്പമല്ല, ദൈവികമല്ല, ഇതെല്ലാം നശിച്ചു പോകുമെന്ന്. അതേ പ്രിയരെ, സഭയെ നശിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ നാമത്തിൽ ഇറങ്ങിത്തിരിച്ച് സുവിശേഷം പറയുന്ന ആദ്യ നൂറ്റാണ്ടിലെ ആദ്യ മാതാപിതാക്കന്മാരെ നശിപ്പിക്കുവാൻ, സഭയുടെ ആരംഭത്തെ നശിപ്പിക്കുവാൻ പലരും ശ്രമിച്ചു. എന്നാൽ ഗമാലിയേൽ പറഞ്ഞത് അക്ഷരം പ്രതി സത്യമായിരുന്നു. ഇത് ദൈവികമാണെങ്കിൽ നശിക്കത്തില്ല, നശിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. സഹോദര സഹോദരി, ഈ ഒരു വാക്യത്തെ ആസ്പദമാക്കി, ഈ ഒരു സംഭവത്തെ ആസ്പദമാക്കി, ഈ പാസേജിൽ നിന്നൊരു മെസ്സേജ് പറയുമ്പോൾ ആത്മനിയോഗത്തോട് ഒരു ദൂത്, നിങ്ങളുടെ വ്യക്തിപരമായ കുടുംബത്തോട് ഒരു ദൂത് വിളിച്ചു പറയാം. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവികമായത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കത്തില്ല. നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം, ദൈവ നിയോഗപ്രകാരമാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ് പറയാൻ, നിന്നെയോ നീ ആയിരിക്കുന്ന പൊസിഷനെയോ നിൻ്റെ മേലുള്ള ഒന്നിനെയോ നിൻ്റെ കുടുംബത്തിനുള്ള ഒരു കാര്യത്തെയോ നശിപ്പിക്കാൻ ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. കാരണം അത് ദൈവത്താലാണ് വന്നത്. പറഞ്ഞേ, ദൈവത്താലാണ് വന്നത്. നിൻ്റെ ജോലി ദൈവത്താലാണോ? നീ ആയിരിക്കുന്ന നിന്നെ ഭരമേൽപ്പിച്ച ശുശ്രൂഷ ദൈവത്താലാണോ? നിനക്ക് തന്ന താലന്തുകൾ ദൈവത്താലാണോ? നിൻ്റെ തലമുറകൾ ദൈവത്താലാണോ? നിൻ്റെ കയ്യിലിരിക്കുന്ന പണം ദൈവത്താലാണോ? നിൻ്റെ വാഹനം ദൈവത്താലാണോ? എന്തുമായിക്കോട്ടെ, ആത്മീക ഭൗതിക കാര്യങ്ങൾ എന്തുമായിക്കോട്ടെ, ദൈവത്തിൽ നിന്നാണെങ്കിൽ നശിപ്പിക്കാൻ കഴിയത്തില്ല. അതിന് എത്ര തന്ത്രം പ്രയോഗിച്ചാലും നശിക്കത്തില്ല. കാരണം അത് എവിടുന്നാണ് വരുന്നത്? ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഒന്ന് സ്വയം പരിശോധന ചെയ്യണം. ദൈവത്തിൽ നിന്നല്ലാതെ എന്തെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ അതിനോട് ഇന്ന് ഈ മെസ്സേജ് കേൾക്കുന്ന ഈ സെക്കൻഡിൽ വിട പറയണം. ദൈവത്തിൽ നിന്നല്ലാത്തതെല്ലാം നശിക്കും കേട്ടോ. ആ നന്മകൾ നശിക്കും, ആ അനുഗ്രഹങ്ങളെന്ന് പറയുന്ന സംഭവങ്ങൾ നശിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് വരുന്നതൊന്നും നശിക്കത്തില്ല. നശിപ്പിക്കാൻ ആർക്കും കഴിയത്തുമില്ല. സഭയുടെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. വിരോധമായി എഴുന്നേറ്റ് വന്ന രാജാക്കന്മാരുണ്ട്, പ്രമാണികളുണ്ട്, നേതാക്കന്മാരുണ്ട്, വിപ്ലവകാരികളുണ്ട്. അരയും തലയും മുറുക്കി സുവിശേഷത്തെ മുച്ചോട് മുടിച്ചു കളയാൻ ശ്രമിച്ചവരുണ്ട്. പക്ഷേ സുവിശേഷം ഇന്നും നിലനിൽക്കുന്നു. കാരണം അത് ദൈവത്തിൻ്റെ സന്ദേശമാണ്, ദൈവിക സന്ദേശമാണ്, ദൈവത്തിൽ നിന്ന് വന്നതാണ്. തദാസ് എന്ന് പറയുന്ന വ്യക്തിയും യൂദ എന്ന് പറയുന്ന വ്യക്തിയും ആളുകളെ കൂട്ടി. എന്നാൽ സഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സഭയ്ക്കകത്തും ആൾ കൂടാൻ തുടങ്ങി. യഹൂദന്മാരുടെ പള്ളിയിലൊന്നും ആളില്ല. ആൾ മുഴുവൻ ആരുടെ കൂടാ? ജനം മുഴുവൻ യേശുവിൻ്റെ കൂടാണ്. ജനം മുഴുവൻ ശിഷ്യന്മാരുടെ കൂടാണ്. അപ്പോസ്തലപ്രവൃത്തി 2:47 ഇങ്ങനെ വായിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെ കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭയെ ആളെ ചേർക്കുന്നത് ആരാ? സഭയിൽ ആളെ ചേർക്കുന്നത്, സഭയ്ക്കകത്ത് ആളെ ചേർക്കുന്നത് കർത്താവാണ്. കർത്താവിൽ നിന്ന് ആൾ വരുന്നത്. അതിനെ ബ്ലോക്ക് ചെയ്യാനോ അതിനെ തടയാനോ ആർക്കും കഴിയത്തില്ല. ദൈവസഭയിലെ ശുശ്രൂഷകന്മാർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട്. ദൈവദാസ, വളരെ ബഹുമാനത്തോടെ പറയാം, തങ്ങളുടെ സഭയിൽ ആളെ ചേർക്കുന്നത് ആരാന്നറിയാമോ? അവിടെയുള്ള സംവിധാനങ്ങളോ അവിടെയുള്ള ഒന്നുമല്ല. സഭയ്ക്കകത്ത് ആളെ ചേർക്കുന്നത് കർത്താവ്. സഭയ്ക്ക് വേണ്ടി പ്രാണൻ കൊടുത്ത സഭയുടെ ഉത്തരവാദിയായ കർത്താവാണ് സഭയ്ക്കകത്ത് ആളെ ചേർക്കുന്നത്. വചനം പറയുന്നു, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. ഇന്നും സഭയിലേക്ക് ആളെ ചേർക്കുന്നത് കർത്താവാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനെ ചിതറിച്ച് കളയാൻ, അതിനെ നശിപ്പിച്ച് കളയാൻ ആർക്കും കഴിയത്തില്ല. ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. ഈ സംഭവം ഇവിടെ നടക്കുമ്പോൾ ആൾ കൂടുന്നത് കണ്ട് അവിടെയുള്ള യഹൂദന്മാർ ഭയപ്പെട്ടു പോയി. ജനമെല്ലാം ഇവരുടെ കൂടെ, ആൾ കൂടിക്കൊണ്ടിരിക്കുക. ഇതിനെ ഒന്ന് ഇല്ലാതാക്കാൻ, ചിതറിച്ച് കളയാൻ ഒന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ഒന്ന് നോക്കുക. അയ്യോ, തെറ്റിപ്പോയി. ഭീഷണി കൊണ്ടൊന്നും ദൈവപ്രവൃത്തിയെ തടയാൻ കഴിയത്തില്ല. ഡീമോട്ടിവേഷൻ കൊണ്ടൊന്നും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയാൻ പറ്റത്തില്ല. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 11:21 ഇങ്ങനെ വായിക്കുന്നത്, കർത്താവിൻ്റെ കൈ അവരോട് കൂടെ ഉണ്ടായിരുന്നു. അടുത്തത് ഇങ്ങനെയാണ്, വലിയൊരു കൂട്ടം. ഇത് ചെറിയ കൂട്ടമല്ല, വലിയൊരു കൂട്ടം.
വിശ്വസിച്ച് കർത്താവിങ്കിലേക്ക് തിരിഞ്ഞു. ചെറിയ കൂട്ടമല്ല, വലിയ കൂട്ടം. കാരണം എന്താ? ദൈവമാ സ്ഥാപിച്ച സഭയെ, ദൈവത്തിൽ നിന്നാണ് വന്ന ഈ ചർച്ച്. അതുകൊണ്ട് എന്ത് ചെയ്തു? വലിയൊരു കൂട്ടം വിശ്വസിച്ച്. പ്രവൃത്തി 6:7 ഇങ്ങനെ വായിക്കുന്നത്, ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം പെരുകി. പെരുകി എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? മൾട്ടിപ്ലൈ ചെയ്തു. 256, 512, 512, 1024, ഇങ്ങനെ പെരുകി മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു. അതിനെ തടയാൻ എന്ത് ചെയ്തില്ല? ആർക്കും പറ്റിയില്ല. പ്രവൃത്തി 13:49 എന്തോ എഴുതിയേക്കുന്നത്? കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് വരുന്നത് വ്യാപിക്കും കേട്ടോ. ദൈവത്തിൽ നിന്ന് വരുന്നത് പെരുകും. നിൻ്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൽ നിന്നുള്ളത് വ്യാപിക്കും, പെരുകും. അതിനെ ഒന്നും തടയാൻ ആർക്കും കഴിയത്തില്ല. അല്ലാത്തതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നശിച്ചു പോകും. ഇതിൽ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 7-12 വാക്യം, ഈ 2 വാക്യം വായിക്കും. ഇങ്ങനെ വായിക്കുന്നു, ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. ദേശം അവരെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജനമായി ഇസ്രായേൽ. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻ്റാണ് ഇസ്രായേൽ ജനത്തിലൂടെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ദേശത്ത് എന്ത് ചെയ്തു? അവർ അന്യദേശത്ത് എത്തിയിരിക്കുന്നത്. അന്യദേശത്ത് എത്തിയിട്ട് എന്ത് വിറ്റു? വർദ്ധിച്ചു പെരുകിയെന്ന്. അവരെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ല. വർദ്ധിക്കാൻ തുടങ്ങി, പെരുകാൻ തുടങ്ങി, ബലപ്പെടുമെന്ന് 3 പദങ്ങളാണ്. വർദ്ധിച്ച്, പെരുകി, ബലപ്പെട്ടു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവത്തിൽ നിന്നുള്ളതൊക്കെ വർദ്ധിക്കും, ദൈവത്തിൽ നിന്നുള്ളതൊക്കെ പെരുകും, ദൈവത്തിൽ നിന്നൊക്കെ ബലപ്പെടും. ദൈവത്തിൽ നിന്ന് വരുന്നതൊക്കെ ബലപ്പെടും കേട്ടോ. വർദ്ധിച്ചു, എന്നോട് ചേർന്ന് പറയാമോ? വർദ്ധിച്ചു, പെരുകി, ബലപ്പെട്ടു. ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ട് ദേശം അവരെ കൊണ്ടങ്ങ് നിറഞ്ഞു. നിങ്ങൾക്കത് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അന്യദേശത്താണ്, ഇസ്രായേൽ ദേശത്താണ്, പ്രതികൂലങ്ങളാണ്, പ്രതിസന്ധികളാണ്. എന്നാൽ അവിടെ എന്ത് ചെയ്തു? അത്യന്തം വർദ്ധിച്ച് പെരുകി ബലപ്പെട്ടു. അപ്പോൾ പ്രവൃത്തിയിലൊക്കെ വായിക്കുന്നത് വാഗ്ദത്തകാലം അടുത്തപ്പോഴാണ് ഈ ഒരു സംഭവം നടന്നതെന്നാണ് പറയുന്നത്. 1:12 നമ്മൾ വായിക്കുമ്പം ഇവരെ വർദ്ധിക്കുന്നത് കണ്ട് എന്ത് ചെയ്തു? പീഡിപ്പിക്കാൻ തുടങ്ങി, നശിപ്പിക്കാൻ നോക്കി. ദൈവത്തിൻ്റെ ജനത്തെ നശിപ്പിക്കാൻ ഫറവോൻ ഇറങ്ങിത്തിരിക്കുക. അത്യന്തം വർദ്ധിച്ചതിനെ, അത്യന്തം പെരുകി വർദ്ധിച്ചതിനെ, അത്യന്തം പെരുകി വർദ്ധിച്ചു ബലപ്പെട്ടതിനെ എന്ത് ചെയ്തു? നിറഞ്ഞതിനെ എന്ത് ചെയ്തു? നശിപ്പിക്കാൻ നോക്കി, ഒതുക്കാൻ നോക്കി, ഒതുക്കി ഒന്നുമില്ലാതാക്കാൻ നോക്കി. പക്ഷേ 12-ാം വാക്യത്തിൽ വായിക്കാൻ, അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിപ്പിച്ചു. നീ എത്രത്തോളം പീഡിപ്പിക്കുന്നോ അത്രത്തോളം പെരുകാൻ തുടങ്ങും. ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകതയാത, ദൈവം സ്ഥാപിച്ചതിൻ്റെ പ്രത്യേകതയാത, ദൈവം നിർത്തിയതിൻ്റെ പ്രത്യേകതയാത, ദൈവം വളർത്തിയതിൻ്റെ പ്രത്യേകതയാത, ദൈവികമായതിൻ്റെ പ്രത്യേകത, ദൈവികമായതിൻ്റെ സവിശേഷതയാതാണ്. അത് നിലനിൽക്കും, ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. ആമേൻ. അതിൻ്റെ കാരണം എന്താ പ്രിയരെ? അങ്ങനെ പറയാനുള്ള കാരണം എന്താ? ദൈവികമായത് നിലനിൽക്കത്തുള്ളെന്ന് പറയാൻ ബൈബിൾ പറയുന്ന കാര്യമാണ്. ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രത്യേകത, അവിടുന്ന് നിത്യന, അവനെന്ന് ശാശ്വതനായ എറ്റേണൽ ഗോഡാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം. പിതാവ് നിത്യൻ, പരിശുദ്ധാത്മാവ് നിത്യൻ, യേശുക്രിസ്തു നിത്യൻ. 102-ാം സങ്കീർത്തനത്തിൻ്റെ 26, 27, 28 വാക്യങ്ങൾ വായിക്കുന്നു. അവ നശിക്കും. ദൈവം സൃഷ്ടിച്ച ഭൂമിയെക്കുറിച്ച് പറയുന്ന ഈ പ്രകൃതിയൊക്കെ അഴിഞ്ഞു പോകും, അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും. ആരാ മാറ്റുന്നത്? ദൈവം തന്നെ മാറ്റുന്നത്. ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോവുകയും ചെയ്യും. എന്നിട്ട് പറയാം, നീയോ അനന്യനാകുന്നു, നിൻ്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയില്ല. നിൻ്റെ ദാസന്മാരുടെ മക്കൾ നിർഭയം വസിക്കും, അവരുടെ സന്തതി നിൻ്റെ സന്നിധിയിൽ നിലനിൽക്കും. പ്രൈസ് ഗാഡ്. എന്താ അതിൻ്റെ അർത്ഥം? എന്താ പ്രിയരെ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഇതാണ്: ദൈവത്തിൻ്റെ ജനം നിലനിൽക്കും, ദൈവത്തിൻ്റെ ജനത്തിൻ്റെ സന്തതി ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽക്കും. അതിലൊക്കെ ഉപരിയായി നാം ആരാധിക്കുന്ന ദൈവം, നാം വിശ്വസിക്കുന്ന ദൈവം, നാം വിളിക്കുന്ന ദൈവം, ബൈബിൾ പരിചയപ്പെടുത്തുന്ന ദൈവം എന്നേക്കും നിലനിൽക്കുന്നവന, അനന്യന. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന,
മാറ്റമില്ലാത്തവൻ. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് എന്താ പറയുന്നത്? ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:8 പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ ദൈവം നിത്യൻ, എന്നേക്കും നിലനിൽക്കുന്നവനാണ്. ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നത്, അത് മാറ്റമില്ലാത്തതാണ്, മാറാത്തതാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് വരുന്നതൊക്കെ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. ദൈവത്തിൽ നിന്ന് വരുന്നതൊക്കെ എന്തു ചെയ്യും? എന്നും അതുപോലെ ഇരിക്കും. ആർക്കും പറിച്ച് കളയാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ പൈതലേ, നിനക്ക് ഈ ഒരു വിശ്വാസം നിൻ്റെ അകത്തളങ്ങളിൽ കത്തണം, അകത്തളങ്ങളിൽ ജ്വലിച്ചോണം. ദൈവത്തിൽ നിന്നുള്ളതാണ് ഞാൻ, ദൈവത്തിൽ നിന്ന് വന്നവനാണ് ഞാൻ, ദൈവത്തിൽ നിന്ന് വന്നവളാണ് ഞാൻ, എന്നിലുള്ള സകലതും ദൈവികമാണ്, ദൈവത്തിൽ നിന്ന് ജനിച്ചതാണ്. ഞാനായിരിക്കുന്ന രാജ്യത്ത് ദൈവമാണ് എന്നെ കൊണ്ടുവന്നത്, ഞാനായിരിക്കുന്ന ജോലി സ്ഥാപനത്തിൽ ദൈവമാണ് ഞാനായിരിക്കുന്ന ചർച്ചിനകത്ത് ദൈവം എന്നെ ആക്കിയത്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട, നീ ദൈവത്തിൽ നിന്നാണെങ്കിൽ നിലനിൽക്കും. മത്തായി 15:13 അതിനവൻ, സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് നട്ടിട്ടല്ലാത്ത തൈയൊക്കെയും വേരോടെ പറഞ്ഞു പോകും. ദൈവത്തിന് നന്ദി പറയാവോ? ദൈവം നമ്മെ നട്ടിരിക്കുന്നത്, സഭയാകുന്ന തോട്ടത്തിനകത്ത് ദൈവം നമ്മെ നട്ടിരിക്കുകയാണ്. പിശാചു പറിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല, പ്രതികൂലങ്ങൾക്ക് പറിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാറ്റിനോ തിരമാലകൾക്കോ ശോധനകൾക്കോ ഒരു ദൈവ പൈതലിനെ പറിച്ചു കളയാൻ പറ്റത്തില്ല. അവിടുന്ന് നിത്യനായ ദൈവമാണ്. ആ ദൈവമാണ് നമ്മെ നിയമിച്ചാക്കിയിരിക്കുന്നത്. അപ്പോൾ തന്നെ ദൈവമക്കളെ ഓർത്തോണം, നാം ദൈവത്തെ അനുസരിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. ദൈവം നമ്മെ നിലനിർത്തും, സത്യമാണ്. വിശ്വാസത്തിലും വിശുദ്ധിയിലും അഭിഷേകത്തിലും ഒക്കെ നിലനിൽക്കണം. നിലനിൽക്കേണ്ട എന്തൊക്കെയാണെന്നുള്ള കാര്യം ഒരു സന്ദേശം നമ്മൾ നേരത്തെ ചെയ്തതാണ്. ദൈവം നമ്മെ നിലനിർത്തും. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിനകത്ത് നമ്മൾ നിലനിൽക്കണം കേട്ടോ. ആമേൻ. പുറത്തു നിന്നൊരു ശക്തിക്ക് നമ്മളെ പറിച്ചു കളയാൻ പറ്റത്തില്ല. പുറത്തു നിന്ന് ഒരു കാര്യത്തിനും ഒരു വ്യക്തിക്കോ ശക്തിക്കോ നമ്മെ നശിപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ ദൈവവുമായിട്ടെടുത്ത കമ്മിറ്റ്മെൻറ്റിനകത്ത് നമ്മൾ നിലനിന്നില്ലെങ്കിൽ, ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മൾ നിലനിന്നില്ലെങ്കിൽ, നമ്മളതിനകത്ത് നിന്നില്ലെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം 1 ശമൂവേൽ പുസ്തകം 13:13 അത് പറഞ്ഞിരിക്കുന്നത്. ശൗലിനോട് പറഞ്ഞത്, നീ ചെയ്തത് ഭോഷത്വം, നിൻ്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിന്മേൽ നിൻ്റെ രാജ്യത്തെ എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. ആമേൻ. എന്ന് പറഞ്ഞാൽ നീ അനുസരണക്കേട് കാണിച്ചു. ശൗലേ, നീ അനുസരണക്കേട് കാണിച്ചു. നിന്നെ എന്നേക്കും രാജാവായി നിർത്താനുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. പക്ഷേ നീ അതിനകത്ത് നിലനിന്നില്ല. നീ അതിനകത്ത് പൂർണ്ണ ഹൃദയത്തോടെ നിന്നില്ല. അതാ 13-ാം വാക്യം. നീ കാണിച്ച ഭോഷത്വമാണ്. ദൈവത്തിൻ്റെ കൽപ്പന നീ പ്രമാണിച്ചില്ല. യഹോവ ഇസ്രായേലിൽ നിൻ്റെ രാജ്യത്തെ എന്നേക്കുമായി സ്ഥിരമാക്കുമായിരുന്നു. 14-ാം വാക്യത്തിൽ വായിക്കുക, ഇപ്പോഴോ നിൻ്റെ രാജ്യത്വം നിലനിൽക്കത്തില്ല. യഹോവ നിന്നോട് കൽപ്പിച്ചതിനെ നീ പ്രമാണിക്കായകൊണ്ട് തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിച്ചിട്ടുണ്ട്. അവനെ യഹോവ തൻ്റെ ജനത്തിന് പ്രഭുവായി നിയമിച്ചിരിക്കുന്നു. ഇന്ന് മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്ന് വന്നതും ദൈവം സ്ഥാപിച്ചതും ഒന്നും നശിക്കില്ല, ആർക്കും നശിപ്പിക്കാൻ കഴിയത്തില്ല. ബാക്കിയെല്ലാം സ്വതമായി നശിച്ചു പോകും. കാരണം നമ്മൾ ആരാധിക്കുന്ന, നാം സേവിക്കുന്ന ദൈവവചനത്തിനകത്ത് പരിചയപ്പെട്ട ദൈവം അവിടുന്ന് നിത്യന, ശാശ്വതന. അവിടുത്തെ വചനം നിലനിൽക്കുന്നതാണ്, അവിടുന്ന് നിലനിർത്തുന്ന ദൈവമാണ്. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കണം, ഈ ദൈവവചനത്തിനകത്ത് നാം നിലനിന്നില്ലെങ്കിൽ ശൗലിന് പറ്റിയ പരാജയം നമുക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്തിയോടെ, വിശുദ്ധിയോടെ ദൈവവചനത്തിന് മുമ്പാകെ വിശ്വാസത്തോടെ സമർപ്പിക്കുക. അവിടുന്ന് നമ്മുടെ കാര്യം നോക്കുമ്പോൾ, അവിടുന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ, അവിടുന്ന് നമുക്ക് വേണ്ടി വ്യാപരിക്കുമ്പോൾ, അവിടുത്തെ ശക്തി നമുക്ക് വേണ്ടി അയക്കുമ്പോൾ ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം, താഴ്ത്താം. പരിശുദ്ധ പിതാവേ, ലോകരാജ്യങ്ങളിലിരുന്നു കൊണ്ട് ദൈവജന സന്ദേശം കേട്ട സകല വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അവിടുന്ന് അത്ഭുതം ചെയ്യണമേ, അടയാളങ്ങൾ ചെയ്യണമേ. ഈ വചനത്താൽ അവിടുത്തെ ജനത്തിൻ്റെ ഹൃദയത്തെ അവിടുന്ന് ഉറപ്പിച്ചതിന് നന്ദി. വീണ്ടും അവിടുത്തെ വചനത്തിൽ വിശ്വസിക്കാനോ അതിൽ നിലനിൽക്കാനോ അതിനെ അനുസരിക്കുവാനോ ഈ സന്ദേശം ഒരു കാരണമായി തീർക്കണമേ. പ്രാർത്ഥന ചോദിച്ച സകല വ്യക്തികളെ ഈ സമയത്ത് ഓർക്കുന്നു. വചനം അയച്ച് വിടുവിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.